കള്ള് വ്യവസായത്തോട് സർക്കാരിന് അവഗണനയെന്ന് CPI സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം. കള്ള് വ്യവസായത്തെക്കാൾ സംസ്ഥാന സർക്കാരിന് താൽപര്യം വിദേശ മദ്യ വ്യവസായത്തോടാണ്. സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിൽ പാളിച്ചയുണ്ട്. ഇത് അടിയന്തരമായി തിരുത്തണം. സർക്കാരിന്റെ പോലീസ് നയത്തിനെതിരെ റിപ്പോർട്ടിൽ കടുത്ത വിമർശനമുണ്ട് എന്നാണ് സൂചന. സേഫ് സൈൻലാബ്ദീൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, ഇന്നിപ്പോൾ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. പ്രതിനിധി സമ്മേളനം തുടങ്ങുന്നു. അപ്പോൾ സർക്കാരിനെതിരെ വലിയ വിമർശനം ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നുള്ള സൂചനയൊക്കെ നേരത്തെ ലഭ്യമായിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ വിഷയങ്ങൾ പരാമർശിക്കാനിടയുണ്ട്? അമൃത, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് ഈ സംസ്ഥാന സമ്മേളനം വരെയുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, അത് വിലയിരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവതരിപ്പിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിവിധ മേഖലകളെക്കുറിച്ച് അതിനകത്ത് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സർക്കാരിന് മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്തണം എന്നതാണ്. സർക്കാർ സാധാരണക്കാരായ ആൾക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിക്കണം. വൻകിട വ്യവസായ സമീപനങ്ങളിലേക്ക് പോകുന്നതിനപ്പുറം ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുക, സപ്ലൈകോയിൽ സാധാരണക്കാർക്ക് ആവശ്യമായ സാധനങ്ങൾ നൽകുക, അതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ള നിർദ്ദേശം ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ചില വിമർശനങ്ങളുണ്ട്. കള്ളുചെത്ത് വ്യവസായത്തെക്കാൾ കൂടുതൽ താല്പര്യം സംസ്ഥാന സർക്കാർ വിദേശ മദ്യ വ്യവസായത്തിന് നൽകുന്നു എന്നുള്ള വിമർശനം നമുക്ക് ആ റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നുണ്ട്. പിന്നീടുള്ളത് സർക്കാരിൻ്റെ മുൻഗണനാക്രമത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മാറ്റം വരുത്തണം എന്ന അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. ഇടതുമുന്നണിയുടെ പ്രവർത്തനം ഇപ്പോൾ കാര്യമായ നിലയിൽ മുന്നോട്ട് പോകുന്നില്ല. അത് കൂടുതൽ ശക്തമാക്കണം എന്ന അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് അമൃത. അതുപോലെ തന്നെ BJPയുടെ വളർച്ചയെ കുറച്ച് കാണരുത് എന്നുള്ളതാണ് CPIയുടെ മറ്റൊരു നിർദ്ദേശം. അത് CPMന്റെ സമ്മേളനങ്ങളിൽ നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് CPI ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം പല മണ്ഡലങ്ങളിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കുറച്ച് കണ്ടു കഴിഞ്ഞാൽ ഭാവിയിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു നിർദ്ദേശമായി നമുക്ക് കണക്കാക്കിയെടുക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ പോലീസ് നയത്തിനെതിരായ വിമർശനങ്ങൾ ഉണ്ട്. പൂരക്കലക്കലുമായി ബന്ധപ്പെട്ട് MR അജിത്കുമാറുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്തതിൽ ഉള്ള വിയോജിപ്പ് ഈ റിപ്പോർട്ടിൽ CPI ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനൊപ്പം തന്നെ പറയുന്നുണ്ട് MR അജിത്കുമാറിനെ മാറ്റിയത് CPIയുടെ നിലപാടിനെ തുടർന്നാണ്, അല്ലെങ്കിൽ അതിൽ മാറ്റം ഉണ്ടാകില്ലായിരുന്നു. CPI അങ്ങനെ കർശന നിലപാട് ആ വിഷയത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ് അജിത് കുമാറിനെ മാറ്റിയത് എന്ന് ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ റിപ്പോർട്ട് ഉച്ചയ്ക്ക് ശേഷം അവതരിപ്പിച്ച ശേഷം നാളെ മറ്റന്നാളും നടക്കുന്ന പൊതുചർച്ചയിൽ 14 ജില്ലാ സമ്മേളനങ്ങളിൽ നടന്ന വിമർശനങ്ങൾ അത് സ്വാഭാവികമായിട്ടുണ്ടാകും. 4 മന്ത്രിമാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സേഫ്, ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പോലീസിനെതിരെയുള്ള ആരോപണങ്ങൾ തന്നെയാണ്. ദിനം പ്രതി ഓരോ പരാതികൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ വിഷയമൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ? ഉറപ്പായിട്ടുണ്ടാകും അമൃത, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. കാരണം ആഭ്യന്തര വകുപ്പിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ എല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് CPI. അത് CPIയുടെ കൗൺസിൽ യോഗത്തിലാണെങ്കിലും എക്സിക്യൂട്ടീവ് യോഗത്തിലാണെങ്കിലും പോലീസിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ അവർ എല്ലാ കാലത്തും അവർക്കുണ്ട്. അതിനിടയിലാണ് അമൃത ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത്. അത് സമ്മേളനങ്ങൾ കൃത്യമായി പ്രതിഫലിക്കും. അത് മുഖ്യമന്ത്രിക്കെതിരായ അറ്റാക്കായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസിനെ അഴിച്ചുവിടുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ എന്തായാലും ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല അമൃത. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി ഇവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഫാസിസവുമായി ബന്ധപ്പെട്ട് ഫാസിസത്തിനെതിരായ മതനിരപേക്ഷതയും ഫാസിസവും എന്നുള്ള വിഷയത്തിൽ ഒരു സെമിനാറിലാണ് വൈകിട്ട് മുഖ്യമന്ത്രി 5 മണിക്ക് പങ്കെടുക്കുന്നത്. മറ്റന്നാളാണ് 12-ാം തീയതിയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അമൃത ബിനോയ് വിശ്വത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ആ പദവിയിലേക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു കാനം വിരുദ്ധപക്ഷമുണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാനം വിരുദ്ധപക്ഷമുണ്ട്. ആ വിരുദ്ധപക്ഷം കൗൺസിലിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ, കൂടുതൽ അംഗങ്ങളെ എത്തിക്കാൻ വേണ്ടിയുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രായപരിധിയുമായി ബന്ധപ്പെട്ട ഇളവുകൾ വേണമോ വേണ്ടയോ എന്നുള്ളത് പാർട്ടി കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ യോഗത്തിലുണ്ടാകും. K. ഇസ്മയിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, തന്നെ അവഗണിച്ചു, തന്നെ മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ടായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പൊതുചർച്ചയിൽ അങ്ങനെ ചില വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയുടെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും CPM-ഉം അതിനെ ഉറ്റുനോക്കുന്നുണ്ട് അമൃത. ശരി, സേഫ് സൈൻലാബ്ദീനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.